ജോലി സമ്പാദനത്തിന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ ഹയർ സ്റ്റഡീസിന് വന്നതും ഒക്കെ ചർച്ച ചെയ്യേണ്ട PSC കോച്ചിങ് സെൻറ്റർ. PSC കോച്ചിങ് സെൻറ്ററിൽ ഇപ്പോഴും ആളുകൾ മസിൽ പിടിച്ച് സ്ട്രെസ്സായിട്ട് പഠിക്കുകയും എത്രയോ തവണ എഴുതിയിട്ടാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇവിടെ പണ്ട് പിന്നെ ജന്മി സമ്പ്രദായവും കുടിയാനും ഉണ്ടായിരുന്നത് പോലെ ഞാൻ പറയുന്നു, ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥ ബന്ധവും താഴെ കുറേ സാധുക്കളുള്ള ഒരവസ്ഥയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കാണുന്ന നമ്മുടെ ഇടയിൽ തന്നെ കാണുന്ന ഉന്നതമായ പെൻഷനും മറ്റും വാങ്ങിക്കുന്ന ആളുകൾ, വലിയ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ, അതേസമയത്ത് നല്ല പഠനം പൂർത്തിയാക്കിയവർക്ക് 10, 15, 20 രൂപ ശമ്പളം കിട്ടുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തുല്യതയില്ലാത്ത ഉദ്യോഗത്തിൻ്റെ ലെവലിൽ ആളുകളിൽ സ്ട്രെസ് ഉണ്ടാകും. പഠനം രസകരമാക്കുക എന്ന് പറഞ്ഞതിനകത്ത് ജയകുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞു. എഴുതുന്ന കാര്യത്തിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് ആൻസർ ചെയ്യാൻ കൊടുത്താൽ അവരത് മനസ്സിലാക്കി എഴുതാനുള്ള അവസരം കിട്ടും, അവർ സാറ്റിസ്ഫൈഡ് ആയി. ഇത് എങ്ങനെയെങ്കിലും പിന്നെ സ്ട്രെസ്സുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ കൊടുത്ത് പരീക്ഷ എഴുതുന്ന EP അനിൽ പറഞ്ഞ പോലെ ഒരു സമ്പ്രദായമാണ് ഇന്ന് നമുക്ക് നിലവിലുള്ളത്. ഞാൻ കൗതുകമുള്ളൊരു കാര്യം പറയും, നിങ്ങൾക്ക് വളരെ കൗതുകകാര്യമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഒരു വർക്കിംഗ് മോഡൽ വെച്ചിട്ട് കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഈ ഭൂമിയിൽ 6 മാസം ഡേ ആയിരിക്കുന്ന ഭാഗം ഒന്ന് കാണിക്കാൻ. അപ്പോൾ അവർ കാണിക്കാൻ തയ്യാറില്ല, പക്ഷെ അവർ പറയും അന്റാർട്ടിക്കയാണെന്നോ ആർട്ടിക്കാണെന്ന് പറയും. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ നിരീക്ഷണത്തിനുള്ള വാസന പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് പഠന സമ്പ്രദായത്തെ അധപ്പതിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയാണ്. എനിക്ക് ഇതിപ്പം മറ്റേ 29-ാം തീയതി മോഡൽ ഹൈസ്കൂളിൽ ഇത് ചെയ്യാൻ പിന്നെ അവിടുത്തെ ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതാണ് ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്തും പിന്നെ സമയമേഖലകളും സ്റ്റാൻഡേർഡ് ടൈമും ഒക്കെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സോളിസൺ അധ്യാപകനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പുള്ളിക്ക് ഇത് കൗതുകം. ഞാൻ പറയുന്നത്, ഇതിനുള്ള ധാരാളം സാധനങ്ങൾ ഇന്നും ഉണ്ടാക്കണം. ഞാനൊരു TKയിൽ 2 പ്രദേശം ഞാനത് കമ്പയർ ചെയ്യാൻ പോകും. കണ്ണൂർ ഒരു TKയിൽ പോയിട്ട് ഞാനിതെല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചർ ട്രെയിനീസ് പറഞ്ഞു, സാറേ സോഷ്യൽ സയൻസ് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ പല TKയും ഇത് ഷെയർ ചെയ്തു. എന്നെ വിളിച്ചത് വള്ളക്കടവിലൊരു TKക്കാർ മാത്രമാണ്. അത് ഞാൻ നോക്കിയപ്പോൾ അൺഎയ്ഡഡ് ആയതുകൊണ്ടായിരിക്കാം, അവിടെ പൈസ കൊടുത്ത് കയറിയ കുട്ടികളാണ്. അവർ ക്യാമ്പിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്യാമ്പിൽ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കാൻ നിൽക്കുന്ന കുട്ടികൾ. ഇതിനൊട്ടും യാതൊരു താല്പര്യമില്ലാത്ത ഒരു ജനതതി ഉണ്ടായി വരിക. ഇത് നമ്മളെ വല്ലാതെ ഗ്രസിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ സാധ്യത എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖലയിൽ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഗവൺമെൻറ് മേഖല കുറയേണ്ടതും ആവശ്യമാണ്. പക്ഷേ അങ്ങനെ കൂടി വരുമ്പോൾ ഈ പ്രൈവറ്റ് മേഖലയിൽ നല്ല ഇൻ്റർവ്യൂ നടത്തി ആളെ എടുക്കാൻ അവർ നല്ല പ്രാപ്തനാണ്. ആളെ കിട്ടാനില്ല. ഇവിടെ എല്ലാം വളരെ വലിയ ഡിഗ്രി എടുത്ത ആളുകൾ പണിയില്ലാതെ നടക്കുമ്പോൾ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള എംപ്ലോയീസിനെ കണ്ടു കിട്ടാൻ പിന്നെ ആളുകൾ വിഷമിക്കുന്നു. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. പക്ഷേ പിന്നെ ഞാൻ ഈ വേദി കണ്ടപ്പോഴേ നല്ല രസകരമായ ഒരു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഈ വർക്കിംഗ് മോഡലിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ 10ലെ കുട്ടിയൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ അവർ സ്റ്റേറ്റിൽ പോയി A ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു 4ാം ക്ലാസ്സിലെ കുട്ടിയുണ്ടായിരുന്നു. അവൻ പഠിക്കാത്ത കുട്ടിയാണ്. ഇവനിത് കണ്ടിട്ട് ഇത് പറയാൻ പറ്റും. അപ്പോൾ 5ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ അവനെ വിട്ടു. അവന് സബ് ജില്ല സ്റ്റേറ്റിൽ പോയി. അപ്പോൾ സ്റ്റേറ്റിൽ പോയപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ശരിക്കും അങ്ങോട്ട് കത്തിയില്ല. അപ്പോൾ ഞാൻ വേണ്ടി ചോദിച്ചു എങ്ങനെയായിരുന്നു ആദ്യം. അപ്പോൾ ലൈറ്റിന് ഇച്ചിരി പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഒരു ടീച്ചർ അപ്പുറത്ത് എന്തിനാ ലൈറ്റ്, അവൻ പറഞ്ഞത് അത്ര ലൈറ്റായിട്ടാണ്. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് എൻ്റെ കാര്യം. ഇനി ഞാൻ അവൻ്റെ വളർച്ചയിൽ 4 കൊല്ലമേ ഞാൻ ഇടപെട്ടുള്ളൂ. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ പറയാനാണ് എനിക്ക് ആഗ്രഹം.
അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 19 വയസ്സായിട്ടില്ല. അവൻ ഇന്നലെ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ വിളിച്ചത്, അപ്പോൾ എന്നോട് പറഞ്ഞത് 1 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കുന്ന ഒരു ആളെ വേണം. ഞാനാണ് അവൻ്റെ PR, ഈ ആളുകളുമായിട്ട് ബന്ധമുള്ളൊരു കക്ഷി ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? അത് ഈ ആളെ ആരെങ്കിലും തരാമോ? അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അയാൾ ചെയ്യണ്ടേ? അപ്പോൾ അത് അയാൾ പറയുന്നത് പിന്നെ എന്താണ്, നമ്മളെ പ്രോഗ്രാമിംഗ് ആണ്. അയാളെ വിളിക്കുന്നതിന് പകരം ഈ ആളെ വിളിക്കുമ്പോൾ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്യണം. അതായത് അവനൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഉടമയാണ്, അവൻ്റെ താഴെ 4-5 സ്റ്റാഫും. ഞാൻ അവൻ്റെ വീഡിയോ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഞാനൊരു കൗതുകത്തിനും നമുക്ക് ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ എവിടെ എത്തിക്കാമെന്നുള്ളത് ഉദാഹരണം പറഞ്ഞുള്ളൂ. കേട്ടാൽ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. പേരൻസ് കുട്ടി പഠിക്കുന്നില്ല എന്നും ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വന്ന കുട്ടിയാണ്. അവനെ കൊണ്ട് യാത്ര ചെയ്യുകയും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് കുറച്ച് കൊല്ലങ്ങൾ കൊണ്ട് അവൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ രസകരമായ ഒരു അനുഭവം. താങ്ക് യു. സുഹൃത്തുക്കൾ, നമ്മൾ ഷായി സംസാരിക്കണം. നമ്മൾ കൺക്ലൂഡിയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഒരിക്കൽ നമ്മളെ സംഘാടന നിലയിൽ ഒരിക്കൽ ഒരു ഓഫർ വന്നതാണ്. നിങ്ങൾ ഈ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചാൽ എന്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലും ചർച്ച ഉണ്ടാകണം. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ ചർച്ച നടത്തിയപ്പോൾ ഈ മത്സരങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നൊരു സാധനമുണ്ട്. അത് നമ്മൾ ഇഷ്ടത്തിനുണ്ടായ 2 വീഡിയോ, ചെറിയ വീഡിയോ ഇട്ട് അതായത് ഇൻസ്റ്റഗ്രാമിൽ 1 മിനിറ്റുള്ള വീഡിയോ ആണ് ഒരു വിഷയത്തിൽ 1 മിനിറ്റിനകത്തുള്ള വീഡിയോ വെച്ച് നമുക്കൊരു മത്സരം സംഘടിപ്പിക്കാം. അതിൽ പോകാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ചർച്ച ചെയ്തിരിക്കണം. ഇപ്പോൾ ഇതിന് ചർച്ചയിൽ ഞങ്ങൾ വീണ്ടും മത്സരങ്ങൾക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് പൊതുബോധത്തിൽ ഭയങ്കര സ്വീകാര്യത. നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഇങ്ങനെ ഫ്ലക്സ് അടിച്ച് വയ്ക്കാറുണ്ട്. ഭയങ്കര സ്വീകാര്യം. അവർ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്നൊക്കെ പറയുന്നത്. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അതല്ല അറിവിൻ്റെ മാർഗമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പൊതുബോധത്തിൽ പിന്തുണ ലഭിക്കില്ല. അപ്പോൾ ഇത് പൊളിക്കേണ്ട ഒരു ആവശ്യമാണ്. അറിവെന്ന് പറയുന്നത് ഇതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന അല്ലെന്നുള്ളത് നമ്മളെപ്പോലുള്ള പ്രവർത്തകർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അരക്കിൽ എന്തെങ്കിലും ഇൻട്രാക്ഷൻ സുഹൃത്ത് ഇല്ല. അപ്പം എന്തെങ്കിലും ഇതുപോലെ വിദ്യാഭ്യാസ പരിപാടി നമ്മുടെ സമൂഹത്തിൽ സജീവമായിട്ട് നടക്കുകയാണ്. നാളെ തിരുവനന്തപുരത്ത് ഒരു ദിവസം പൂർണ്ണമായി നിൽക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 2020 വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഈ വകുപ്പുകളെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ വിദ്യാർത്ഥിയെ ഒരു റോബോട്ടുമാക്കുക, അതായത് ഒരു യന്ത്രവൽക്കരിക്കുന്ന രീതിയിലാക്കുന്ന തന്ത്രങ്ങൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ലോകമൊട്ടാകെ, നേരത്തെ ജവഹർ സാർ പറഞ്ഞ ലോകമൊട്ടാകെ വിദ്യാഭ്യാസത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ യജമാനന്മാർക്ക് അടിമയാവുന്ന വിദ്യാഭ്യാസത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെതിരെ ശബ്ദം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അറിവ് സമ്പാദിക്കണം, പുറത്ത് പറയണം, സമരം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ടേബിൾ ടോക്ക് അവസാനിപ്പിക്കാം. കടമാഷ എന്തെങ്കിലും ആടിയാണോ? എന്തെങ്കിലും ആടിയാണോ? പറ. സോറി കേട്ടോ, ഞങ്ങളുടെ എന്നോട് ഒന്ന് പറഞ്ഞാൽ എന്നാലും പറയും. മയക്ക് വേണ്ടേ? കുഴപ്പമില്ല, പറഞ്ഞോ. എല്ലാം ജ്ഞാനമല്ലോ.